ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ദിസ് ഈസ് റാഷിദ് ഫ്രം ഓട്ടിഫ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പ് നമ്മളുടെ വെബ് പേജിലേക്ക് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് പഠിച്ചു. ആ ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ജംബോട്രോൺ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടെയിൽവിൻഡ് CSS എങ്ങനെ നമ്മളുടെ ഒരു വെബ് പേജിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, കോൺഫിഗർ ചെയ്യാമെന്നാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ വെബ് ബ്രൗസറിൽ പോവുക. നിങ്ങൾ എന്ത് ചെയ്യുക? CDN ടെയിൽവിൻഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇതുപോലുള്ളൊരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ട്രൈ ടെയിൽവിൻഡ് CSS യൂസിങ് ദ പ്ലേ CDN എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ടെയിൽവിൻഡ് CSS എന്ന് പറയുന്ന ഈ പേജിലേക്കാണ് പോരുക. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതെന്തുണ്ട്, ഒരു ബേസിക് സ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ക്രിപ്റ്റ് അത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മെറ്റാ ടാഗ് എല്ലാം ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു സ്ക്രിപ്റ്റിംഗ് കൂടി ടെയിൽവിൻഡിന്റെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് നമ്മളുടെ നോട്ട് പാഡിൽ ഇന്നലെ ചെയ്ത പോലെ തന്നെ നോട്ട് പാഡിൽ ഞാൻ പേസ്റ്റ് ചെയ്തു, അതിനെ സേവ് ചെയ്തു. ഇനി എന്താണ്, നമുക്ക് അതിനൊന്ന് റൺ ചെയ്ത് നോക്കണം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഹലോ വേൾഡ് പറഞ്ഞിട്ട് ഹലോ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യാണ്. ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്തു. ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ അതിനെ സേവ് ചെയ്തു. ഇവിടെ വന്ന് നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഹലോ ഹൗ ആർ യു എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി എന്താണ് അണ്ടർലൈൻ നമുക്ക് വേണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താണ് അണ്ടർലൈൻ റിമൂവ് ചെയ്യാം. ഇനി ടെക്സ്റ്റ് അതിൻ്റെ കളർ ക്ലിഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളെന്താണ് ചെയ്യാൻ പോകുന്നത്? നമുക്ക് ടെക്സ്റ്റ് ഗ്രീൻ മതി. നമുക്കെന്ത് പറയാം? ടെക്സ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു. നമ്മൾ സേവ് ചെയ്തു, വീണ്ടും റീഫ്രഷ് ചെയ്തു. ടെക്സ്റ്റ് ഗ്രീൻ ബോൾഡ് ടെക്സ്റ്റ് ഗ്രീൻ എന്താണ്? ഓക്കെ, നമുക്ക് എന്ത് കൊടുക്കണം? ഇവിടെ ഒരു ഫോർമാറ്റ് ഇതുപോലെ കൊടുക്കണം. 500 എന്ന് കൊടുത്തു. ഞാൻ സേവ് ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പോൾ നോക്കൂ, നമ്മളെന്താണ് ഇവിടെ ഗ്രീനിൻ്റെ കളറിൻ്റെ ആ ഒരു ഡെപ്തിൻ്റെ വാല്യൂ കൂടെ നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ ഞാനിപ്പോൾ ഒരു 200 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ലൈറ്റ് ഗ്രീൻ, ഒരു ലൈറ്റ് ഗ്രീൻ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ കിട്ടും. നമുക്ക് ഡാർക്ക് ഗ്രീനാണ് വേണ്ടെങ്കിൽ ഒരു 900 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡാർക്ക് ഗ്രീന് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ടാവാം. ഞാൻ എന്താണ് അതിനൊരു 700 ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ്? ഓക്കെ, സോ നമുക്ക് എന്താണ് ഡാർക്ക് ഗ്രീൻ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് BG, ഞാനെന്ത് പറഞ്ഞു? ബ്ലാക്ക് പറഞ്ഞു. ബ്ലാക്കിനെ നമുക്ക് എന്തില്ല ഇത്തരത്തിൽ നമുക്ക് വാല്യൂസ് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ എന്ത് ചെയ്തു? സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. നമുക്ക് എന്താണ് അവിടെ ഒരു BG നമുക്ക് കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ റൗണ്ടഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വരിക, നമ്മളൊരു ക്ലാസ് മാത്രം അപ്ലൈ ചെയ്യുക. റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് റൗണ്ടഡ് ആയിട്ട് എന്താണ് റൗണ്ടഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. കാരണം ഒരുപാട് കാര്യം ചെയ്യാൻ വിട്ടും കൂടി അപ്ലൈ ചെയ്യാം. നമുക്ക് എന്താണ് വിട്ട് ഇങ്ങനെയാണ് നമ്മൾ വിട്ട് കൊടുക്കുക. വിട്ട് ഞാൻ എന്ത് പറഞ്ഞു? 4 എന്ന് പറഞ്ഞു. സേവ് ചെയ്തു. ഓക്കെ, എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് നോക്കാം എന്താ മിസ്റ്റേക്ക് എന്നുള്ളത്. സോ നമുക്കെന്താണ് ഇവിടെ ഞാൻ എന്താണ് വിട്ട് 64 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ടത് ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലല്ല നമ്മൾ കൊടുക്കേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത് വേറെ രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ വിട്ട് 64 കൊടുത്തപ്പോൾ നമുക്കെന്താണ് റൗണ്ടഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ കണ്ടത്. ഇപ്പോൾ ഞാൻ ഈ റൗണ്ടഡ് ഇവിടുന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഷാർപ്പ് എഡ്ജാണ് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് കണ്ടോ ഷാർപ്പ് എഡ്ജ് വന്നു. ഇവിടെ ഞാൻ എന്ത് പറഞ്ഞു? റൗണ്ടഡ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഒരു ചെറിയൊരു റൗണ്ടഡ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റി. ഇനി എന്താണ് റൗണ്ടഡ് 2XL നമുക്കൊന്ന് കൊടുത്തു നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഐഫോൺ ഇട്ടിട്ട് ഞാൻ എന്ത് പറഞ്ഞു? 2XL എന്ന് പറഞ്ഞു. 2XL എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ സേവ് ചെയ്തു. റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ റൗണ്ടഡ് 2XL ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. ഇനി എന്താണ് നമുക്ക് പാഡിങ് വേണം. പാഡിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ജസ്റ്റ് P-4 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിനൊരു പാഡിങ്ങും വിസിബിൾ ആവും. സോ ഗൈസ്, വളരെ സിമ്പിളാണ് ടെയിൽവിൻഡ് നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ടെയിൽവിൻഡ് ക്ലാസ്സുകൾ നമ്മൾ വരും വീഡിയോകളിൽ പഠിക്കുന്നതായിരിക്കും. സോ എവരിബഡി സ്റ്റേ ട്യൂൺ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.